പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷ പഠനത്തിലാണ്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കിയത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 23 മുതൽ. ഇനി നമ്മൾ 7-ാം അധ്യായത്തിൻ്റെ 24 മുതൽ നമ്മൾ വചനം പഠിക്കാനായിട്ട് പോവുകയാണ്. മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമുക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് എന്താണ് ഒരാളെ ശുദ്ധനാക്കുന്നത്, അശുദ്ധനാക്കുന്നത്. ഒരാളെ ശുദ്ധനും അശുദ്ധനുമാക്കുന്നത് അയാൾ ബാഹ്യമായി വെളിയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ല, പുറത്ത് ചെയ്യുന്ന ചില കാര്യങ്ങളല്ല, ബാഹ്യമായ ചില പ്രവർത്തനങ്ങളല്ല, മറിച്ച് എന്താണ്, ഒരുവൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഒരുവനെ വിശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത്. അപ്പോൾ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത, ഇവയെല്ലാം പുറപ്പെടുന്നത് എവിടെ നിന്നാണ്? മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, അകത്ത് നിന്നാണ്. ഇതാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ഒരാൾ വിശുദ്ധനാകാൻ ഒരാൾ കൈ കഴുകിയാൽ പോരാ, കാല് കഴുകിയാൽ പോരാ, കുറച്ച് ആചാരങ്ങൾ വെളിയിൽ കാണിച്ചാൽ പോരാ, പുറമേ കുറച്ച് വെള്ളം തളിച്ചാൽ പോരാ. ഒരാളെ വിശുദ്ധനാക്കുന്നത് എന്താണ്? ഒരാളുടെ ഹൃദയത്തിൽ നടക്കുന്ന വിശുദ്ധീകരണമാണ്. ഹൃദയത്തിൽ എങ്ങനെയാണ് വിശുദ്ധീകരണം നടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഹൃദയത്തിൽ യേശുവിനെ രാജാവായി വെക്കണം. മനസ്സിലായില്ലേ? ഹൃദയത്തിലെ വിഗ്രഹങ്ങളെല്ലാം ഇല്ലാതാവണം. ഹൃദയത്തിൽ പ്രശസ്തി, അംഗീകാരം ദൈവത്തെക്കാൾ വലുതായിട്ട് ഒരാളുടെ ഹൃദയത്തിലിരുന്നാൽ അയാളുടെ ഹൃദയം അശുദ്ധമാണ്. പണം ഒരാൾക്ക് ദൈവത്തെക്കാൾ അധികം ഒരാളുടെ ഹൃദയത്തിലിരുന്നാൽ അയാൾ അശുദ്ധനാണ്. സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ പാപ വാസനകൾ, ആസക്തികൾ, ഇതെല്ലാം കർത്താവിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയത്തിൽ എന്ത് വിഗ്രഹം വെച്ചാലും അത് അയാളെ അശുദ്ധനാക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി ഈ യഹൂദന്മാർക്ക് നമ്മൾ കണ്ട വചനം ഇങ്ങനെയാണ്. അവർ ചന്തയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൈ കഴുകും, കാല് കഴുകും. എന്തിനു വേണ്ടിയിട്ടാണ്? ശുദ്ധരാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെങ്ങനെയാണ് അശുദ്ധരായത്? ഏതെങ്കിലും വിജാതീയനോട് അടുത്തിടപഴകിയാൽ, അവനെ തൊട്ടാൽ, വിജാതീയർ തൊട്ട പാത്രങ്ങളിൽ തൊട്ടാൽ, വിജാതീയരിരുന്ന കസേരയിൽ ഇരുന്നാൽ ഒക്കെ അശുദ്ധരാകുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ഇപ്പോൾ കോവിഡ് വ്യാപിച്ച സമയത്ത് വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൈയും മുഖമൊക്കെ സോപ്പിട്ട് കഴുകണമെന്ന് പറയുന്നത് പോലെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരെപ്പോഴും ഈ ശുദ്ധ അശുദ്ധിയുടെ നിയമങ്ങൾ അനുസരിച്ചിരുന്നു. അവർ ആചാരശുദ്ധി വരുത്തിയിരുന്നു. അപ്പോൾ ഇതാണ് പശ്ചാത്തലം, ഓർക്കണം. മാത്രമല്ല, വിജാതീയരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. ഇപ്പോൾ യഹൂദര് ഫരിസേയര് യേശുവിനെതിരെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, നീ എന്തിനാണ് വിജാതീയരുടെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നത്? അങ്ങനെ ഇരുന്ന് എന്ത് സംഭവിക്കും? വിജാതീയരോട് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവർ ഈ പാത്രത്തിൽ തൊടും. അവർ കഴിക്കുന്ന പാത്രത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ചോറ് വിളമ്പുമ്പോൾ, കറി വിളമ്പുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവില്ലേ? അവരുടെ കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ സമ്പർക്കം ഉണ്ടാവും. അപ്പോൾ അശുദ്ധരാവും. അതുകൊണ്ടാണ് വിജാതീയരുടെ ഭക്ഷണം കഴിക്കാതിരുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ എല്ലാം പിന്നിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? നമ്മൾ മനുഷ്യരെ മാറ്റി നിർത്തുകയാണ്, മനുഷ്യരോട് ബന്ധം ഇല്ലാതാവുകയാണ്. ഇതിൻ്റെ എല്ലാം കൂടി ഇപ്പോൾ ഇങ്ങനെ ഒരു ഭക്തൻ, ഒരു കരിസ്മാറ്റിക്കാരൻ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഞാൻ ഹൈന്ദവരുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കില്ല എന്ന് തീരുമാനിച്ചാൽ യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ മനുഷ്യരെ നമ്മൾ മാറ്റി നിർത്തുകയല്ലേ? ദൈവത്തിൻ്റെ സൃഷ്ടിയായ, ദൈവത്തിൻ്റെ മക്കളായ മനുഷ്യരെ നമ്മൾ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ശുദ്ധ അശുദ്ധി, ശുദ്ധി അശുദ്ധി, അതിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ
കാർക്കശ്യം പുലർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ചെയ്തത് എന്താണ്? മനുഷ്യരെ അകറ്റി നിർത്തി, മനുഷ്യരോടുള്ള സ്നേഹമില്ലാതായി. അപ്പം അങ്ങനെ ഇത്തരം നിയമങ്ങളിൽ കടിച്ചു തൂങ്ങിയത് വഴി അവർ ചില മനുഷ്യരെ തീണ്ടാപ്പാടകലെ മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീ അടുത്ത എപ്പിസോഡ് യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇനി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ മനുഷ്യരോടുള്ള നിലപാട് എന്തായിരിക്കണം? ഇതെല്ലാം നിങ്ങൾ ഓർക്കണം. ഇതെല്ലാം സംസാരിക്കുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? ഈ സെക്ഷൻ ഒരു പേരുണ്ട്. എന്താണ്? 6:30 മുതൽ 8:33-38 വരെ ബ്രെഡ് സെക്ഷൻ, അപ്പത്തിൻ്റെ സെക്ഷനാണിത്. അപ്പോൾ ഇവിടെ ഈ അപ്പത്തിൻ്റെ സെക്ഷനിൽ എന്താണ് ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. ആ വിശുദ്ധ കുർബാനയിൽ ദൈവം തന്നെയാണ് എഴുന്നള്ളി വരുന്നതെന്ന് പഠിപ്പിച്ചു, യേശു ദൈവമാണെന്ന് പഠിപ്പിച്ചു. അതുപോലെ അപ്പത്തെക്കുറിച്ച് ഗ്രഹിച്ചാലേ യേശുവിൻ്റെ ദൈവത്വം മനസ്സിലാവുമെന്ന് പഠിപ്പിച്ചു. ഇതെല്ലാം പഠിപ്പിച്ചിട്ട് ഇനി അടുത്തത്, ഈ അപ്പത്തിൽ ആർക്കെല്ലാം പങ്കുചേരാം? ഈ അപ്പം കുറേ യഹൂദർക്ക് മാത്രമുള്ളതാണോ? ഈ അപ്പത്തിൽ ആർക്കെല്ലാം പങ്കെടുക്കാം എന്ന് പറഞ്ഞാൽ ഈ അപ്പം എന്താ? വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിൽ ആർക്കെല്ലാം പങ്കുചേരാം? ബ്രെഡ് സെക്ഷനാണ്, അത് മനസ്സിലിരുന്നോണം. അപ്പവുമായി ബന്ധപ്പെട്ട പ്രബോധനങ്ങൾ മനസ്സിലായാലേ ഇതെല്ലാം മനസ്സിലാവും. ഒരു സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഒരു വിജാതീയ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഏത് പശ്ചാത്തലത്തിലാണ്? അപ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഉണ്ടായാലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീ വന്ന് കർത്താവെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു, കർത്താവ് സുഖപ്പെടുത്തി എന്നേ മനസ്സിലാവും. പക്ഷേ അപ്പത്തെക്കുറിച്ച് ഗ്രഹിക്കാനാണ് ഈ ഭാഗം മുഴുവൻ പറയുന്നത്. ഇതെല്ലാം അപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് ഇതെല്ലാം അപ്പവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഈ സംഭവം മനസ്സിലാവണമെങ്കിൽ എപ്പോഴും പരിശുദ്ധ കുർബാനയുടെ പശ്ചാത്തലത്തിൽ മാത്രമേ ഇത് മനസ്സിലാവൂ. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഭാഗങ്ങൾ മനസ്സിലാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഭാഗം വായിക്കാം. 24-ാമത്തെ വാക്യം, മർക്കോസ് 7:24. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ അവനൊരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു, എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഇനി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. ടയർ എന്ന് പറഞ്ഞാൽ വിജാതീയരുടെ പ്രദേശമാണ്, തികച്ചും വിജാതീയർ മാത്രം താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വിജാതീയരുടെ അടുത്തേക്ക് പോയി. ഓക്കെ, അടുത്തത്, അവിടെ അവനൊരു വീട്ടിൽ പ്രവേശിച്ചു. ആരുടെ വീട്ടിൽ? ഒരു വിജാതീയൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. നിങ്ങൾ നോക്കണം, ഈ അപ്പം യഹൂദരുടെ വീടുകളിൽ മാത്രമല്ല കയറി ചെന്നത്, വിജാതീയരുടെ വീടുകളിലും കയറി ചെന്നു. പക്ഷേ യഹൂദനത് ചിന്തിക്കാൻ പറ്റില്ല, യഹൂദനെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ കർത്താവ് അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അവൻ ഒരു വിജാതീയൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. ഇന്ന് അതല്ലേ നടക്കുന്നത്? ഒരു ഹൈന്ദവ യുവാവ് അല്ലെങ്കിൽ ഒരു അക്രൈസ്തവൻ യേശുവിനെ അറിഞ്ഞു, മാമോദീസ സ്വീകരിച്ചു, കർത്താവിൻ്റെ അജഗണത്തിൻ്റെ ഭാഗമായി ആദ്യ കുർബാന സ്വീകരണം നടത്തി, കുമ്പസാരിച്ചു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ നടക്കുന്നത്? യേശു ഒരു വിജാതീയൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. അതല്ലേ നടക്കുന്നത്? യഥാർത്ഥത്തിൽ അതല്ലേ നടക്കുന്നത്. അപ്പോൾ കർത്താവ് ഒരു വിജാതീയൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി സ്വജാതി വിജാതി, തിരഞ്ഞെടുക്കപ്പെട്ടവൻ തിരഞ്ഞെടുക്കപ്പെടാത്തവൻ, ഈ മതിലുകൾ ഇല്ലാതാവുകയാണ്. അതാണ് എഫേസോസ് ലേഖനത്തെ പറയുന്നത്, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ചു, ശത്രുതയുടെ മതിലുകൾ തകർത്തു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഒരു കാലത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത യഹൂദ മതത്തിൽ, യഹൂദ വംശത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ മാത്രമായിരുന്നു. എന്നാൽ 2021 ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത യഹൂദര് മാത്രമല്ല, എല്ലാ ജനതകളിലും അവിടുത്തെ ആരാധിക്കുന്നവരെ അവിടുന്ന് രൂപപ്പെടുത്തി. ആഫ്രിക്കൻസ്, ഏഷ്യക്കാര്, പിന്നെ അമേരിക്കക്കാര്, ഓസ്ട്രേലിയക്കാര്, എല്ലാ ഭൂഖണ്ഡങ്ങളിലും യേശുവിനെ ആരാധിക്കുന്നവര്. ഇന്ന് ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ നിങ്ങൾക്ക് ഏതാനും ആളുകളെ കണ്ടുമുട്ടാം, യേശുവിനെ രക്ഷകനും നാഥനുമായി ആരാധിക്കുന്നവർ. ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വംശത്തിൻ്റെ, നിറത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ അവൻ ഈ വിശ്വമാനവികത എന്നൊരു മഹാകുടുംബത്തിന് രൂപം നൽകി. അവൻ ലോകത്തെ മുഴുവൻ ഒരു കുടുംബമാക്കി മാറ്റി. ടാഗോർ പറഞ്ഞതുപോലെ, രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതുപോലെ, വസുധൈവാഹ കുടുംബകമാറ്റി മാറ്റി. എത്ര വിശ്വം ഭവതി ഏകനീടം, ഇവിടെ ലോകം, വിശ്വം, പ്രപഞ്ചം ഒരു കുടുംബമായി മാറുന്നു എന്ന് ടാഗോർ എഴുതിയത് ഇതിനെക്കുറിച്ചാണ്. ദൈവരാജ്യം എന്ന കുടുംബം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ടാണ് നമ്മുടെ തൊട്ടടുത്ത കോളനിയിൽ നമ്മൾ സുവിശേഷം പറയുന്നതും അവർ യേശുവിനെ അറിയുന്നതും അവർ യേശുവിനെ ആരാധിക്കുന്നതും അവർ യേശുവിൻ്റെ ജനമായി മാറുന്നതും. അങ്ങനെയാണ്, അല്ലാതെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവർ മാത്രമല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇവിടെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി. അവിടെ അവനൊരു വീട്ടിൽ പ്രവേശിച്ചു. വിജാതീയൻ്റെ വീടാണ്. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എപ്പോഴും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ തിരിച്ചറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ അറിയണ്ട എന്നല്ല അർത്ഥം. അറിയണ്ട എന്നല്ല അർത്ഥം. യേശുവിനെക്കുറിച്ച് ആരും അറിയണ്ട എന്നല്ല, മറിച്ച് യേശുവിനെക്കുറിച്ച് ആരും തെറ്റായിട്ട് അറിയാൻ പാടില്ല. അറിയേണ്ടതുപോലെ അറിയാനിടയില്ലാത്തവർ അറിയാൻ പാടില്ല. ശ്രദ്ധിച്ചേ, അതായത് അറിയേണ്ടതുപോലെ അറിയണം. ഇപ്പോൾ ഇതുവരെയുള്ള പശ്ചാത്തലത്തിൽ അപ്പത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായിട്ടില്ല. യേശു അപ്പം വർദ്ധിപ്പിച്ചത് യഹൂദരുടെ സ്ഥലത്താണ്. വിജാതീയർക്ക് അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല. വിജാതീയർക്ക് അവനെക്കുറിച്ച് ആകെ അറിയാവുന്നത് എന്താണ്? ആകെ അറിയാവുന്നത് ഇവനൊരു അത്ഭുത പ്രവർത്തകനാണ്. ഇവൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാൽ രോഗം മാറും. ഇവൻ്റെ അടുത്ത് കൊണ്ടു ചെന്നാൽ പിശാച് വിട്ടുപോകും. ഇവൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി അവനെ സമീപിച്ചാൽ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. ശ്രദ്ധിക്കുക, പ്രശ്നത്തിന് പരിഹാരം തരുന്നവനായിട്ട് എന്നെ ആരും അറിയണ്ട. പ്രശ്നത്തിന് പരിഹാരം തരുന്നവനായിട്ട് എന്നെ ആരും അറിയണ്ട, മറിച്ച് എങ്ങനെ അറിയണം? നിന്റെ ഹൃദയത്തിൽ വന്ന് നിന്റെ ഭക്ഷണമായി മാറി നിത്യത തരുന്നവനായിട്ട് എന്നെ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? എങ്ങനെങ്കിലും അറിഞ്ഞാൽ പോരാ, അറിയേണ്ടതുപോലെ അറിയണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷത്തിൽ, ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാൻ 17 പറയും, ഏക സത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച ഏകജാതനായ യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. മനസ്സിലായോ? യേശു എൻ്റെ പാപത്തിന് പരിഹാര ബലിയായി മരിച്ചു എന്ന് അറിയണം. അവൻ ഉയർത്തെഴുന്നേറ്റു എന്നറിയണം. അവൻ ജീവിക്കുന്നു എന്നറിയണം. അവൻ അപ്പമായി മാറി എന്നറിയണം. അവൻ എൻ്റെ ഉള്ളിൽ വരും എന്നറിയണം. അവൻ എൻ്റെ ആത്മാവിൽ അവൻ്റെ ആത്മാവിനെ നിവേശിപ്പിക്കും എന്നറിയണം. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ അകത്തിരുന്ന് അവൻ ചെയ്യുമെന്ന് അറിയണം. ഈ അറിവാണ് നിത്യത. എന്തെങ്കിലും അറിഞ്ഞാൽ പോരാ. ഇന്ന് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വിശ്വാസികൾ യേശുവിനെ അറിയുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്നാൽ ആശ്വാസം തരുന്ന ഒരാളായിട്ടാണ്, പ്രശ്നത്തിന് പരിഹാരകനായിട്ടാണ്. കഥ പറയാണ്, അങ്ങനെ നിങ്ങൾ എന്നെ അറിയരുത്. മർക്കോസ് അതാണ് പറയുന്നത്. അവൻ തന്നെ ആരും തിരിച്ചറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. സുഖപ്പെടുത്തിയിട്ട് സൗഖ്യം കിട്ടിയവനോട് പറയാണ്, ഇതാരോടും പറയരുത്. ഇതല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? നിനക്ക് രക്ഷ തരുന്നവനാണ് യേശു. നിന്റെ ആത്മാവിന് നിത്യത തരുന്നവനാണ് യേശു. താൽക്കാലിക പ്രശ്നങ്ങൾക്ക് വിടുതലും വിമോചനവും തരുന്ന ഒരാളായി, ഒരു പ്രശ്ന പരിഹാരകനായി അല്ല ക്രിസ്തുവിനെ സുവിശേഷം അവതരിപ്പിക്കേണ്ടത്. മറിച്ച് ക്രിസ്തു നിനക്ക് നിത്യജീവൻ തരുന്നവനാണ്. ഈ ലോകത്തിന് അപ്പുറത്തൊരു ജീവിതം തരുന്നവനാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ തന്നെ ആരും തെറ്റിദ്ധരിച്ചറിയരുതെന്ന് അവൻ ആഗ്രഹിച്ചു. അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം. 25-ാമത്തെ വാക്യം, ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. നമുക്ക് സാവകാശം ഇനി നമ്മൾ താഴോട്ടുള്ളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവൾ വെറുതെ ഒന്നും കേട്ടതല്ല, ചുമ്മാ കേട്ടതല്ല, പ്രശ്നപരിഹാരം തരുമെന്ന് കേട്ടതല്ല. യഥാർത്ഥത്തിൽ അറിയേണ്ടതുപോലെ അറിഞ്ഞ ഒരു സ്ത്രീയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് പതുക്കെ മനസ്സിലാവുമ്പോഴാണ്. ശരിക്കും അറിഞ്ഞ ഒരാളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് ഈശോ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നീ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ പരീക്ഷണങ്ങളും യേശുവിനെ ശരിയായിട്ടറിയാനുള്ള ദൈവം വെച്ച് നീട്ടുന്ന അവസരങ്ങളാണ്. തെറ്റിച്ചറിഞ്ഞവർക്ക് തിരുത്തി അറിയാൻ കിട്ടുന്ന അവസരങ്ങളാണ് ജീവിതത്തിലെ സഹനങ്ങൾ. ശരിക്കറിയാൻ ഒരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ യേശുവിനെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടകാലങ്ങളിലാണ്. നല്ല കാലത്ത് അറിയാതിരുന്നത് പലതും ദുഃഖകാലത്ത് മനുഷ്യനറിയും. യേശുവിനെ, യഥാർത്ഥത്തിലുള്ള യേശുവിനെ,
പ്രശ്നത്തിന് പരിഹാരം തരുന്നൊരു യേശുവല്ല. യഥാർത്ഥത്തിൽ രക്ഷകനും ദൈവപുത്രനും പാപപരിഹാരകനും നിത്യത തരുന്നവനും ഉയർത്തെഴുന്നേറ്റവനും ജീവിക്കുന്നവനുമായൊരു ദൈവത്തെ നാം കണ്ടുമുട്ടുന്നത് ക്രൈസിസുകളിലാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട്, വെറുതെ എന്തെങ്കിലും കേട്ടല്ല, ശരിക്കുമുള്ള കാര്യം കേട്ടിട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഗ്രീക്കുകാരിയായിരുന്നു. അപ്പോൾ ഇവിടെ സീറോ ഫിനീഷ്യൻ വംശം കണ്ടോ, വംശം, അവളുടെ വംശം ഏതാണ്? അവൾ ഏത് കുടുംബത്തിൽപ്പെട്ട? സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ടതാണ്. അതാണ് കാസ്റ്റ്. മനസ്സിലായോ? അത് കാസ്റ്റ്. ഇനി അവളുടെ ഭാഷയും കൾച്ചറും, ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഗ്രീക്ക്, കാസ്റ്റ് സീറോ ഫിനീഷ്യൻ, കൾച്ചറും ലാംഗ്വേജും ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും വിജാതീയ. യഹൂദരുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ, യഹൂദ മതവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു സ്ത്രീ, കംപ്ലീറ്റ്ലി ഇൻ എവറി സെൻസ് ഓഫ് ദ ടേം ഷി വാസ് എ ജെന്റൈൽ. അവളൊരു വിജാതിയായിരുന്നു, എല്ലാ അർത്ഥത്തിലും അവൾ വിജാതിയായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. ഞാൻ ഈ മർക്കോസ് പഠിപ്പിച്ചപ്പോൾ ആദ്യം പറഞ്ഞിരുന്നൊരു കാര്യം, കാൽക്കൽ വീണു എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ചെയ്തു എന്നാണ്, ആരാധിച്ചു എന്നാണ്. ശതാധിപൻ, അതുപോലെ തന്നെ രക്തസ്രാവക്കാരിയായ സ്ത്രീ, ഇതെല്ലാം കാൽക്കൽ വീഴുകയാണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടർ ആൻഡ് വർഷിപ്പ്. യേശുവിനെ ദൈവമായിട്ട് കാണുകയാണ്, വെറുതെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ടല്ല, ദൈവമായിട്ട്. ആൻഡ് ഇറ്റ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. ഇതാണ് എല്ലാ വ്യത്യാസം ഉണ്ടാക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ യേശുവിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. യേശു ദൈവമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയിൽ, യേശുവിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയിൽ യേശുവിൻ്റെ സ്വഭാവം വരും. അതെങ്ങനെയെന്നറിയാമോ? ഇപ്പോൾ സിനിമാ നടൻ വിജയിയെ ആരാധിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ നടക്കുന്നത് വിജയ് നടക്കുന്ന പോലാണ്. മനസ്സിലായി? മോഹൻലാലിനെ ആരാധിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ നടക്കുന്നത് മോഹൻലാൽ നടക്കുന്ന പോലാണ്. മമ്മൂട്ടിയെ ആരാധിക്കുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ സംസാരിക്കുന്നത്, അവരുടെ ഈ അംഗവിക്ഷേപങ്ങൾ, ബോഡി ലാംഗ്വേജ് മമ്മൂട്ടിയുടെ കൂട്ടാണ്. എങ്ങനെ വന്നതെന്നറിയാമോ? അവർ ബോധപൂർവം അനുകരിച്ചതല്ല, തന്നെ വന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ ധ്യാനകേന്ദ്രങ്ങളെ ശ്രദ്ധിച്ചോ? ധ്യാനകേന്ദ്രങ്ങളിലെ ശുശ്രൂഷകർക്കെല്ലാം പ്രസംഗത്തിന്, പ്രഭാഷണത്തിന് ഒരേ ടോണാണ്. അതെങ്ങനെ വന്നു? അത് അനുകരിക്കുന്നതാണ്, ബോധപൂർവ്വം അനുകരിക്കുന്നതല്ല. അതായത് നമുക്കൊരാളോട് ഇഷ്ടമാണെങ്കിൽ, നമ്മൾ ഒരാളെ ഒരു പടിയിൽ കൂടുതൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരാളെ ഒരു പടിയിൽ കൂടുതൽ നമ്മൾ ആരാധിക്കുന്നു പറയാൻ പറ്റില്ല, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അറിയാതെ അയാളുടെ അംഗവിക്ഷേപങ്ങൾ, അയാളുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. ആരാധിക്കുന്നവരെ അനുകരിക്കും. അത് അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നതാണ്. ശരിക്കും ഈശോയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഇത് ശ്രദ്ധിച്ച് കേട്ടോണം, ശരിക്കും ഈശോയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഈശോയെപ്പോലെ സംസാരിക്കും, ഈശോയെപ്പോലെ പെരുമാറും, ഈശോയെപ്പോലെ മനോഭാവം ഉണ്ടാവും, ഈശോയെപ്പോലെ ക്ഷമിക്കും, ഈശോയെപ്പോലെ സഹിക്കും. നമ്മൾ ഈശോയെപ്പോലെ ആവാത്തത് എന്തുകൊണ്ടെന്നറിയോ? നമ്മൾ ഈശോയെ ആരാധിക്കാത്തത് കൊണ്ടാണ്. നമ്മളിൽ ഈശോയുടെ ശരീരഭാഷ വരാത്ത എന്തുകൊണ്ടാണ്? നമ്മളിൽ ഈശോയുടെ സംസാര രീതി വരാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ തിരിച്ചറിയണം. അതിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. നമ്മളത് ഹോൾ ഹാർട്ടഡ്ലി വി നീഡ് ടു അഡ്മിറ്റ് ദിസ്. നമ്മൾ ഭക്തരാണ്, ആരാധകരല്ല. There are pious people, devotees, no worshippers. ആരാധകരുണ്ടാവണം. ആരാധകരുണ്ടായാലേ അനുകരിക്കുന്നവരുണ്ടാവൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ആരാധകരായി മാറണം എന്നതാണ്
കർത്താവെ, അങ്ങേ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നവരായി മാറിയെങ്കിൽ മാത്രമേ കർത്താവെ അങ്ങയുടെ സ്വഭാവം ഞങ്ങളിൽ വരികയുള്ളൂ. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം കർത്താവെ ഞങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ, അങ്ങ് കാണുന്നത് പോലെ കാണണമെങ്കിൽ, അങ്ങ് കേൾക്കുന്നത് പോലെ കേൾക്കണമെങ്കിൽ, അങ്ങ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കണമെങ്കിൽ, അങ്ങ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നവരായി മാറണം. അതൊരു അബോധ പ്രക്രിയയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അത് ഞങ്ങൾ അനുകരിച്ച് ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഈശോയെ ആരാധിക്കുന്നവരിൽ ഈശോയുടെ സ്വഭാവം രൂപപ്പെട്ടു തുടങ്ങും. കർത്താവെ, ഞങ്ങൾ അങ്ങേപ്പോലെ പെരുമാറുന്നില്ല, അങ്ങേപ്പോലെ ചിന്തിക്കുന്നില്ല, അങ്ങേപ്പോലെ സംസാരിക്കുന്നില്ല, അങ്ങേപ്പോലെ ഇടപഴകുന്നില്ല, അങ്ങേപ്പോലെ കരുണ കാണിക്കുന്നില്ല. ഞങ്ങൾ അങ്ങേ ആരാധിക്കാത്തത് കൊണ്ടാണ്. കർത്താവെ, അങ്ങ് ദൈവമാണ് എന്ന ബോധ്യം, അങ്ങേ അനുകരിക്കാൻ ആരാധിക്കാനുള്ള ദാഹം ഞങ്ങളിൽ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.